നമസ്കാരം. ഇ.ടി. മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ജൂൺ മാസങ്ങളിൽ ഇന്ത്യൻ ഓഹരിയുടെ പ്രകടനം എങ്ങനെയായിരുന്നെന്നും ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ മുൻകാല ജൂൺ മാസങ്ങളിൽ ആഭ്യന്തര വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പ്രകടനം കാഴ്ചവെച്ചതെന്നുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് ഒരു സീസണൽ അനാലിസിസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അനാലിസിസിനൊക്കെ ഒരു പ്രാധാന്യമെന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഓഹരി വിപണിയിൽ അല്ലെങ്കിൽ ഓഹരിയിലെ സൂചികളെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൻ്റെയൊക്കെ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിൻ്റെ അനാലിസിസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് സവിശേഷമായിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അനാലിസിസിലൂടെയൊക്കെ തന്നെ നമുക്കൊരു സമാന കാലയളവിൽ അതായത് മുൻ വർഷങ്ങളിലെ ഒരു സമാന കാലയളവിൽ ആവർത്തിക്കപ്പെടുന്ന ട്രെൻഡ് അതിൻ്റെ ഒരു പാറ്റേണിൽ നിന്നുമൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാനും അതുവഴി സമീപഭാവിയിലേക്കുള്ള ഒരു വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള കുറച്ചുകൂടെ ഒരു അവധാനതയോടുള്ള അല്ലെങ്കിൽ ഒരു അവബോധം നമുക്ക് സൃഷ്ടിക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടി ധാരണാപൂർവ്വമൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അനാലിസിസാണ് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുമ്പം. അപ്പോൾ ഇതിലൂടെ ഒരു ആവർത്തിക്കാവുന്ന ട്രെൻഡുകളെക്കുറിച്ചൊക്കെ നമുക്കൊരു പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ ഒരു മുൻധാരണ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനോട് അല്ലെങ്കിൽ ഒരു സംഭവവികാസങ്ങളുടെ വിപണി എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നുള്ളതൊക്കെ നമുക്കൊരു മുൻകാല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ സമാന രീതിയിലൊരു സാഹചര്യം മുന്നിൽ ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ അതിൽ എങ്ങനെ നമുക്ക് ഇടപെടണമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്നും വ്യക്തമാകുന്നതാണ്. ഇതിലൂടെ നമുക്കൊരു അതായത് ഒരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ അതേ കാലയളവിൽ ആവർത്തിക്കപ്പെടുന്ന അതിൻ്റെ ഒരു പാറ്റേൺസും സൈക്കിൾസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷനെയും ഒരു ടൈമിങ്ങിനൊക്കെ അത് പൊട്ടൻഷ്യൽ എൻട്രി എക്സിറ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകങ്ങളാണ്. പിന്നെ റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്. ഒരു സീസണലായിട്ട് ഏതൊക്കെ സെക്ടറുകളിലാണ് അതിനൊരു ശക്തി ദൗർബല്യം ഉണ്ടാകുക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നോക്കിയിട്ട് റിസ്ക് മാനേജ്മെൻറ്റിനുള്ള നമുക്ക് കൂടുതൽ സ്റ്റെപ്പുകൾ എടുക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കും. പ്രത്യേകിച്ച് ടെക്നിക്കൽ അനാലിസിസിൻ്റെ സോൾ എന്ന് പറയുന്നത് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അനാലിസിസ് തന്നെയാണ്. ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ആപ്തവാക്യം പോലും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രെൻഡ് അനാലിസിസിന് ഓഹരിയുടെ ലോകത്ത് സവിശേഷ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഒരു ജൂൺ മാസങ്ങളിൽ ഇന്ത്യൻ ഓഹരി വിപണി കാഴ്ചവെച്ച പ്രകടനം എങ്ങനെയായിരുന്നതും ആ ഒരു ജൂൺ മാസങ്ങളിൽ തന്നെ കഴിഞ്ഞ 10 ജൂൺ മാസങ്ങളിൽ ഇന്ത്യൻ വിപണിയിലെ നിർണായക ശക്തികളായ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളായാലും അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആയാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപരായാലും എങ്ങനെയൊക്കെയാണ് പ്രകടനം കാഴ്ചവെച്ചത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നിഫ്റ്റി സൂചികയുടെ ഒരു ചരിത്രം കഴിഞ്ഞ 10 വർഷത്തെ ജൂൺ മാസങ്ങളിലെ ചരിത്രം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2015 ശേഷമുള്ള ജൂൺ മാസങ്ങളിലെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ജൂൺ സീസണലി ന്യൂട്രൽ മന്താണെന്ന് പറയാം. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ജൂൺ ഒരു സീസണൽ ന്യൂട്രൽ ആയിട്ടുള്ളൊരു മന്താണ് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ കണക്കെടുക്കുമ്പോൾ 5 തവണ നേട്ടവും 5 തവണ നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കാണുന്നത്. കഴിഞ്ഞ 18 വർഷങ്ങളൊക്കെ കണക്കെടുക്കുകയാണെങ്കിൽ 11 തവണ ചിറ്റൂട്ടിന് മേൽക്കൈ ബുള്ളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ബൈങ് ട്രെൻഡിനുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ചൂട് മാർക്കറ്റ് വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 5 തവണ വീതമാണ് നിഫ്റ്റി സൂചികയിൽ മന്ത്ലി ബേസിസിൽ നോക്കും അല്ലെങ്കിൽ ജൂൺ മാസക്കാലം ഒരു പോസിറ്റീവ് നോട്ടിൽ അല്ലെങ്കിൽ ഒരു നേട്ടത്തോടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 5 തവണ നഷ്ടം നേരിട്ടുമാണ് മാസക്കാലയളവിലുള്ള അല്ലെങ്കിൽ മന്ത്ലി ബേസിലുള്ള ഒരു ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. അപ്പം ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നോക്കുമ്പം ഏറ്റവും ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച ജൂൺ മാസം 2020 അത് കോവിഡിൻ്റെ ആ ലോക്ക്ഡൗണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്ന അപ്ഡേറ്റുകളിൽ നിന്നൊക്കെ വന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് വേണം എടുക്കാം. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ 10 വർഷത്തെ ഒരു കണക്കുകൾ നമ്മൾ അബ്സല്യൂട്ട് ടൈംസിൽ നോക്കുമ്പോൾ 2020 ഏറ്റവും കൂടുതൽ നേട്ടം നിഫ്റ്റി സൂചി രേഖപ്പെടുത്തിയത്. അത്തവണ 7.5% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായി നോക്കുകയാണെങ്കിൽ 2024 ജൂണിൽ അത് റീസെൻ്റ്ലി ആയിട്ടുള്ള അതായത് 2020 ശേഷം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലും 2024 ജൂണിലും 2023 ജൂണിലുമാണ് 10 വർഷത്തിനിടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ജൂൺ മാസങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ 2024 അത് കഴിഞ്ഞ ജൂണിൽ 6.6%, 2023 3.5% നേട്ടം നിഫ്റ്റി സൂചിക രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2016-21 വർഷങ്ങളിലെ ജൂൺ മാസങ്ങളിൽ മാത്രമാണ് നിഫ്റ്റി 2016-21 ജൂൺ മാസങ്ങളിൽ ഒരു നേട്ടത്തോടെ തന്നെയാണ് നിഫ്റ്റി സൂചിക വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ അത്രയും നേട്ടങ്ങളില്ലായിരുന്നു. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ 2015, 2017, 2018, 2019, 2022 അപ്പം കോവിഡിന് മുന്നേ കോവിഡിന് ശേഷം വന്ന മാർക്കറ്റിൽ വന്നിട്ടുള്ള ഡൈനാമിക്സ് എന്നുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2015, 17, 18, 19 ആ കോവിഡിന് മുന്നിലുള്ള കാലഘട്ടങ്ങളിലാണ് ജൂൺ മാസങ്ങളിൽ ഒരു ഇന്ത്യൻ വേൾഡ് തിരിച്ചിട്ട് നേരിട്ടുള്ളത്. അപ്പം നമുക്ക് ട്രെൻഡ് അനാലിസിസ്
പറഞ്ഞാലും ഡേറ്റയുടെ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഇവിടെ. പിന്നെ അതിൻ്റെ കോൺടെക്സ്റ്റുകളൊക്കെ നോക്കേണ്ടതുണ്ട്. ആ സമയത്തൊക്കെ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ എന്നിരുന്നാൽ പോലും പറയുകയാണ് 2015, 17, 18, 19, 22 2022 ജൂൺ മാസങ്ങളിലാണ് ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടി നേരിട്ടിട്ടുള്ളത്. ഇതിൽ 2022 ആണ് നേരിട്ട തിരിച്ചടി എന്ന് പറയുന്നത് 4.9% തിരിച്ചടിയാണ്. കഴിഞ്ഞ 10 വർഷത്തിലെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ജൂണും 2022 പക്ഷേ ബാക്കിയുള്ള 4 വർഷങ്ങൾ ഇപ്പോൾ 15 ആയാലും 17 ആയാലും 18 ആയാലും 2019 ആയാലും 0.8 മുതൽ ഒരു 1.1% വരെ ഏകദേശം 1%-ഓളമുള്ള ഒരു ശരാശരി നോക്കുകയാണെങ്കിൽ നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നോക്കുന്നത്. അപ്പം സീസണിൽ നോക്കുമ്പോൾ ഒരു ന്യൂട്രൽ മന്തായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. 5 തവണ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5 ജൂൺ മാസങ്ങളിൽ നേട്ടവും 5 തവണ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നഷ്ടം സംഭവിക്കുമ്പോൾ താരതമ്യേന നഷ്ടത്തിൻ്റെ തോത് 2022 ഒഴിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. പക്ഷേ നേടുന്ന സമയത്ത് ഒരു ആവറേജ് ഒരു 3%-ന് മുകളിൽ, ശരാശരി പറയുകയാണെങ്കിൽ 4%-ഓളമുള്ളൊരു നേട്ടം നേടിയ വർഷങ്ങളിൽ ജൂണിൽ കാഴ്ചവെക്കാൻ നിഫ്റ്റി സൂചിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ 10 ജൂൺ മാസങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ, അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ 7 ജൂൺ മാസങ്ങളിൽ നെറ്റ് ബയേഴ്സ്, അഥവാ ആ ഒരു മാസത്തിൻ്റെ ഒരു വ്യാപാരാന്ത്യത്തിൽ നോക്കുമ്പോൾ നെറ്റ് ബൈയിങ് ആയിട്ട് അല്ലെങ്കിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടിയതിൻ്റെ ഒരു നിലയിലാണ് ഉള്ളതെങ്കിൽ തവണയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 7 തവണ നെറ്റ് ബയേഴ്സ് ആയിട്ടുണ്ട്. ഇതിൽ വിദേശ നിക്ഷേപർ ഏറ്റവും അധികം പണം ഒഴുക്കിയത് ഈ 2023 ജൂൺ മാസത്തിലായിരുന്നു. അത്തവണ 47,148 കോടി രൂപയുടെ ഓഹരികളാണ്, അത്രയും മൂല്യം വരുന്ന ഓഹരികളാണ് വിദേശ നിക്ഷേപർ വാങ്ങിയിട്ടുള്ളത്. തുടർന്ന് 2024 26,565 കോടി രൂപയുടെ ഓഹരികൾ അവർ വാങ്ങിയിട്ടുണ്ട്. 2020 21,832 കോടി രൂപയുടെ മൂല്യമുള്ള ഓഹരികളും വിദേശ നിക്ഷേപർ വാങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ 7 തവണയും വിദേശ നിക്ഷേപർ ഒരു വാങ്ങുന്ന റോളിലാണ് ഉണ്ടായിരുന്നത്. അതേസമയം 2015, 2018, 2022 ജൂൺ മാസങ്ങളിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു മാസത്തിന് വ്യാപാരാന്ത്യത്തിൽ വരുമ്പോൾ ഓഹരികൾ ഒരു വിറ്റൊഴിഞ്ഞിട്ടുള്ളൊരു നിലയിൽ നിൽക്കുന്നത്. ഇതിൽ 2015, 18, 22 വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ 2015 കേവലം 3,344 കോടി രൂപയാണ് സെല് ചെയ്തിട്ടുള്ളത്. 2018 4,831 കോടി രൂപയുടെയും, പക്ഷേ 2022 ആയപ്പോഴത്തേക്കും 50,203 കോടി രൂപയുടെയും ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇനി DISൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ 9 ജൂൺ മാസങ്ങളിലും 2015 ശേഷമുള്ള ഒരു വർഷം ഒഴികെ ബാക്കിയുള്ള എല്ലാ ജൂൺ മാസങ്ങളിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്ന ഒരു പക്ഷത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. 2016 മാത്രമാണ് ഒരു ഇതിനൊരു അപവാദമായിട്ടുള്ളതും. അപ്പോൾ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഏറ്റവും അധികം ഓഹരി വാങ്ങിയിട്ടുള്ള ജൂൺ മാസം 2022 അത്തവണ അവർ ഏറ്റവും വാങ്ങിക്കൂട്ടിയത് 46,599 കോടി രൂപയുടെ ഓഹരികളാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയത്. അതായത് FIS ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത ജൂൺ മാസത്തിലാണ് DIS ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്കൊരു റീസെൻ്റായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം കാണുമ്പോൾ ചാഞ്ചാട്ടം തല വെക്കുന്ന വേളയിലൊക്കെ വിപണിയിൽ ഒരു ചാഞ്ചാട്ടം വോളറ്റിലിറ്റി തലപൊക്കുന്ന വേളയിലൊക്കെ ഏറ്റവും മാർക്കറ്റിന് സ്റ്റെബിലിറ്റി നൽകാനും അല്ലെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ്. മ്യൂച്വൽ ഫണ്ട്, പെൻഷൻ ഫണ്ടുകളൊക്കെ ഉൾപ്പെടുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പം FIS സെല്ല് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് DIS ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മാർക്കറ്റിന് ഒരു സപ്പോർട്ട് കിട്ടും. ഇത്തരമുള്ള ഒരു ഇൻസൈറ്റ്സാണ് നമ്മൾ ഈ ഇത്തരം ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റകൾ അനാലിസിസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇനി നിഫ്റ്റിയിൽ എന്ത്, അല്ലെങ്കിൽ ഈ തവണത്തെ നിഫ്റ്റിയിൽ എന്ത് പ്രതീക്ഷിക്കണമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,751 ആഴ്ചക്കാലങ്ങളിൽ നോക്കുമ്പോൾ 0.5% നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ രണ്ടാമത്തെ വ്യാപാരാഴ്ചയിലാണ് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി കടന്നു പോകുന്നെങ്കിലും മന്ത്ലി ബേസിസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മെയ് മാസം നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മാസക്കാലയളവിൽ നേട്ടത്തോടെയാണ് നിഫ്റ്റിക്ക് വ്യാപാരം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. തുടർച്ചയായ 3-ാം മാസത്തിലാണ് ഒരു വിപണി നിഫ്റ്റി പോസിറ്റീവ് രേഖപ്പെടുത്തി കടന്നു പോകുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ നോക്കിയാലും കഴിഞ്ഞ 13 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം 25,116, 24,462 എന്ന നിലവാരങ്ങൾക്കിടയിലാണ് നിഫ്റ്റി വ്യാപാരം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു അടുത്ത ഘട്ടം ഏത് ദിശയിലേക്ക് അല്ലെങ്കിൽ ഏത് ഡയറക്ഷൻ എടുക്കണമെന്ന് സംബന്ധിച്ച് മാർക്കറ്റിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ ഒരു വ്യക്തത കുറവുണ്ടെന്ന് നമുക്ക് കാണാനാകും. വിപണി ഇതിൽ കൃത്യമായിട്ട് ക്ലിയർ ഡയറക്ഷൻ എടുക്കുന്ന സമയത്ത്
കൂടുതൽ പേർ വാങ്ങാനായാലും വിൽക്കാനായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. റോൾ ഓവർ ഡാറ്റ അതാണ് തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പം മെയ് സീരീസിൽ നിന്നുള്ള റോൾ ഓവർ നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ആവറേജിനെക്കാട്ടും മുകളിലാണ്. അപ്പം അതായത് ഒരു കമ്പാരബിളി ഒരു നാരോ ട്രേഡിംഗ് റേഞ്ചിലുള്ള ഒരു സമയത്തായിട്ടും ഇത്രയും ഒരു റോൾ ഓവർ കഴിഞ്ഞ 3 മാസങ്ങളെ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഔട്ട് മൂവ് ഏതെങ്കിലും ഡയറക്ഷനിലോട്ടായിക്കോട്ടെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരൊരു നിലവിലെ ട്രേഡർമാർ പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാകുന്നതും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,050 25,100 നിലവാരങ്ങൾക്കിടയിലാണുള്ളത്. ഇവിടുന്ന് അല്ലെങ്കിൽ 25,200 നിലവാരങ്ങൾക്ക് മറികടന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 25,600 25,700 നിലവാരങ്ങളിലേക്ക് നിഫ്റ്റിക്ക് പോയി ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു ഇതാണ് പറയുന്നത്. മറുവശത്ത് നിന്ന് പറയുകയാണെങ്കിൽ 24,600 20-യുടെ EMA ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത്. അതിന് മുകളിൽ തുടരുന്നിടത്തോളം വിപണിക്കൊരു ബുള്ളിഷ്നെസ് തന്നെ ഉണ്ട്. 24,550 24,500 നിലവാരം ഭേദിച്ച് ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് വിപണിയിലൊരു അടുത്ത ഘട്ടം ഒരു ശക്തമായിട്ടുള്ള വിൽപ്പന സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുക. അങ്ങനെ ഉണ്ടെങ്കിൽ 24,100 നിലവാരങ്ങളിലേക്ക് പിന്തള്ളപ്പെടാം. പക്ഷേ ഇപ്പോഴും തിരികെ നോക്കും ബാങ്ക് ഫിനാൻഷ്യൽ സർവീസുകളൊക്കെ ഒരു ചെറിയ സ്ട്രോങ് ഇത് കാണിക്കുന്നുണ്ട്. FMCG IT സെക്ടറുകളിലൊക്കെയാണ് ഒരു ഇതായിട്ട് കാണിക്കുന്ന ഒരു നിറം മങ്ങുന്ന രീതിയിൽ കാണിക്കുന്നത്. ഇനി മുന്നോട്ടാണെങ്കിലും RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഈ ആഴ്ച വരുന്നുണ്ടല്ലോ. റേറ്റ് കട്ട് സംബന്ധിച്ച് തീരുമാനം വരും. FISൻ്റെ ഇൻഫ്ലോസ് തമ്മിലുള്ള ട്രെൻഡുകൾ നമ്മൾ നോക്കണം. $ഡോളർ ഇൻഡെക്സ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസൊക്കെ വീക്കിനാകുന്നത് നമുക്കൊരു പോസിറ്റീവുള്ള ഘടകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയും US തമ്മിലുള്ള ഒരു ബയലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റ് തമ്മിൽ എന്തെങ്കിലും വാർത്തകൾ വന്നത് മാർക്കറ്റ് സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ മാർക്കറ്റിന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു വളരെ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ കട്ടായിട്ടൊരു ഇത് തരുന്നതല്ല. എപ്പോഴും ഡാറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു സൂചനകൾ ഇങ്ങനെ നൽകിയെന്ന് മാത്രം. FISൻ്റെ DSൻ്റെ ഒക്കെ കാര്യം പറയില്ലേ, FIS ഏറ്റവും കൂടുതൽ സെല് ചെയ്ത സമയത്താണ് DS ഏറ്റവും കൂടുതൽ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ പറ്റി ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ ഉപകരിക്കാനില്ല, അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. ഏവർക്കും വരുന്ന ആഴ്ച നല്ലതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.